അടുത്ത അനുബന്ധം അനുബന്ധം അപ്പൻഡിക്സ് ഐ ആണ്. അതിന്റെ ഗ്രൂപ്പ് ഇൻഫോർമേഷൻ ചേഞ്ച് ഫോം എന്നാണ് അതിനകത്ത് കൊടുത്തേക്കണേ. അതായത് ഗ്രൂപ്പ് ഇൻഫോർമേഷൻ ചേഞ്ച് ഫോം, ആൽക്കോളിസ് അനോണിമസ് ഗ്രൂപ്പ് ഇൻഫോർമേഷൻ ചേഞ്ച് ഫോം, US ആൻഡ് കാനഡ, ഗ്രൂപ്പ് സർവീസ് നമ്പർ, ഡേറ്റ്, ഡെലിഗേറ്റ് ഏരിയ നമ്പർ, ഡിസ്ട്രിക്ട് നമ്പർ, നമ്പർ ഓഫ് മെമ്പേഴ്സ്. അതായത് എന്തെങ്കിലും ചേഞ്ച്, ഗ്രൂപ്പിന്റെ വിവരങ്ങൾ മാറ്റുന്നതിനുള്ള ഫോമിനെയാണ് ഗ്രൂപ്പ് ഇൻഫോർമേഷൻ ചേഞ്ച് ഫോം. ആൽക്കോളിസ് അനോണിമസ് ഗ്രൂപ്പ് വിവരമാറ്റ ഫോം, US ആൻഡ് കാനഡ. അടിസ്ഥാന വിവരങ്ങൾ എന്തൊക്കെയായിരിക്കണം? ഗ്രൂപ്പ് സർവീസ് നമ്പർ കൊടുക്കണം, തീയതി കൊടുക്കണം, ഡെലിഗേറ്റ് ഏരിയ നമ്പർ കൊടുക്കണം, ജില്ലാ ഡിസ്ട്രിക്ട് നമ്പറും കൊടുക്കണം, അംഗങ്ങളുടെ എണ്ണം കൊടുക്കണം. അടുത്തത് ഓൾഡ് ഇൻഫോർമേഷൻ, നിലവിലുള്ള പഴയ വിവരങ്ങൾ. അതിനകത്ത് ഗ്രൂപ്പിന്റെ പേര്, ഗ്രൂപ്പ് നെയിം, ഗ്രൂപ്പ് മീറ്റിംഗ് ലൊക്കേഷൻ, മീറ്റിംഗിന്റെ സ്ഥലം, സ്ട്രീറ്റ്, തെരുവ് അല്ലെങ്കിൽ ഏത് തെരുവിലാണ് അത് നടത്തുന്നത്, അല്ലെങ്കിൽ തെരുവിന്റെ വിലാസം, സിറ്റി ടൗൺ നഗരം പട്ടണം, സ്റ്റേറ്റ് പ്രൊവിൻസ് സംസ്ഥാനം ഒരു പ്രവിശ്യ, സിപ്പ് കോഡ് അല്ലെങ്കിൽ പോസ്റ്റൽ കോഡ്. പിന്നെ മീറ്റിംഗ് ദിവസങ്ങൾ ഏതൊക്കെയായിരുന്നു? തിങ്കൾ മുതൽ തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ. അത് കൊടുക്കണം. അജിത്, ഓക്കെ. തുടങ്ങിയ സ്ഥലങ്ങളിൽ മീറ്റിംഗ്, അതായത് തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഏതൊക്കെ ദിവസങ്ങളിലാണ് തുടങ്ങണേന്ന് നമ്മൾക്ക് നോക്കണം. പിന്നെ GSRന്റെ വിവരങ്ങൾ കൊടുക്കണം. ജനറൽ സർവീസ് പ്രതിനിധിയുടെ GSR, നെയിം, അഡ്രസ്, സിറ്റി ടൗൺ, അതായത് പേര്, വിലാസം, നഗരം പട്ടണം, സിപ്പ് കോഡ് അല്ലെങ്കിൽ അവരുടെ മീറ്റിംഗിന്റെ പുതിയൊരു അപ്പൊ പഴയ കാര്യങ്ങളെല്ലാം കൊടുത്തതിന് ശേഷം ജനറൽ സർവീസ് പ്രതിനിധി GSRന്റെ ഇത് കൊടുക്കണം, അദ്ദേഹത്തിന്റെ പേര് പറയണം, വിലാസം പറയണം, നഗരം പട്ടണം. അതുകൂടാതെ ന്യൂ ഇൻഫർമേഷൻ, പുതിയ വിവരങ്ങൾ, അതായത് പുതിയ ഗ്രൂപ്പിന്റെ പേര്, മീറ്റിംഗ് സ്ഥലം, തെരുവ് വിലാസം, സിറ്റി ടൗൺ, തെരുവ് വിലാസം എന്ന് വെച്ചാൽ സ്ട്രീറ്റ്, നഗരം പട്ടണം, സിറ്റി ടൗൺ, സ്റ്റേറ്റ് പ്രൊവിൻസ് എന്ന് വെച്ചാൽ സംസ്ഥാനം ഏത് പ്രവിശ്യയിലാണ്, സിപ്പ് കോഡ് എന്ന് വെച്ചാൽ പോസ്റ്റൽ കോഡ്. അവിടെ മീറ്റിംഗ് സ്ഥലങ്ങൾ തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ ഏത് ദിവസമാണ് നടത്തുന്നത്, മീറ്റിംഗിന്റെ സമയം കൊടുക്കണം. അവിടെയും ജനറൽ സർവീസ് പ്രതിനിധിയുടെ പേര്, സ്ട്രീറ്റ് അഡ്രസ് അല്ലെങ്കിൽ തെരുവിന്റെ വിലാസം, നഗരം പട്ടണം, സ്റ്റേറ്റ് പ്രൊവിൻസ് സംസ്ഥാന പ്രവിശ്യ, നഗരം പട്ടണം എന്ന് പറഞ്ഞാൽ സിറ്റി ആൻഡ് ടൗൺ, പോസ്റ്റൽ കോഡ്, ഫോൺ നമ്പർ, ഇമെയിൽ. ഓൾട്ടർനേറ്റ് GSR അല്ലെങ്കിൽ മെയിൽ കോൺടാക്ട് ഒന്ന് തിരഞ്ഞെടുക്കണം. ഒന്നില്ലെങ്കിൽ ഓൾട്ടർനേറ്റ് GSRന്റെ അല്ലെങ്കിൽ മെയിലിന്റെ ഒരു കോൺടാക്ട് മെയിൽ കൊടുക്കണം. ഓൾട്ടർനേറ്റ് GSR ആണോ മെയിൽ കോൺടാക്ട് ആണോ വെച്ചാൽ അദ്ദേഹത്തിന്റെ അദ്ദേഹം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പേര്, പിന്നെ സ്ട്രീറ്റിന്റെ അല്ലെങ്കിൽ ആ തെരുവിലെ വിലാസം, നഗരം പട്ടണം, സംസ്ഥാനം പ്രവിശ്യ, സ്റ്റേറ്റ് പ്രൊവിൻസ്, സിറ്റി ടൗൺ, പിന്നെ പോസ്റ്റൽ കോഡ്, ഫോൺ നമ്പർ, ഇമെയിൽ. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ഡയറക്ടറിയിൽ ഉൾപ്പെടുത്തണമെന്നും കൂടി പറയണം. ഗ്രൂപ്പിനെ ഡയറക്ടറിയിൽ ഉൾപ്പെടുത്തണമെങ്കിൽ ഓൾട്ടർനേറ്റ് GSR അല്ലെങ്കിൽ ഗ്രൂപ്പ് കോൺടാക്റ്റിന്റെ ഫോൺ നമ്പറും തപാൽ വിലാസവും നൽകണം. ഡയറക്ടറിയിലെ വിവരങ്ങൾ 12 സ്റ്റെപ്പ് സഹായത്തിന് മീറ്റിംഗ് വിവരങ്ങൾ നൽകുന്നതിനുമാണ് ഉപയോഗിക്കുന്നത്. ഡയറക്ടറിയിൽ ഉൾപ്പെടുത്താൻ സമ്മതമാണോ, അതെ അല്ലെങ്കിൽ അല്ല എന്നൊരു കോളം ഉണ്ട്. അതിനകത്ത് നമ്മൾ അതെ വേണമെങ്കിൽ വേണമെന്നും വേണ്ടെങ്കിൽ വേണ്ടെന്നും വെക്കണം. ഒപ്പിടണം, തീയതി എഴുതണം. ഇനി അടുത്തത് ട്രഡീഷനുകളിൽ നിന്നുള്ള ഒരു ഓർമ്മപ്പെടുത്താണ്. വീണ്ടും അതിനകത്ത് ട്രഡീഷനുകളുടെ ഒരു ഓർമ്മപ്പെടുത്തൽ പറയുന്നുണ്ട്. ട്രഡീഷൻ 3, മദ്യാസക്തിയിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്ന ആരെയും അംഗത്വത്തിൽ നിന്ന് നിരസിക്കരുത്. മദ്യവിമുക്തിക്കായി ഒന്നിക്കുന്ന 2-3 മദ്യസ്ഥർക്ക് മറ്റൊരു സംഘടനയുമായും ബന്ധമില്ലെങ്കിൽ തങ്ങളെ ഗ്രൂപ്പായി വിളിക്കാം. ട്രഡീഷൻ 5, 5ാമത്തെ പാരമ്പര്യം. ഓരോ ഗ്രൂപ്പും ഒരു ആത്മീയ ഘടകമാണ്. അതിന്റെ ഒരേ ഒരു പ്രാഥമിക ലക്ഷ്യം ഇപ്പോഴും കഷ്ടപ്പെടുന്ന മദ്യാസക്തനിലേക്ക് സന്ദേശം എത്തിക്കുക എന്നതാണ്. അടുത്തത് 12 സ്റ്റെപ്സ് ആൻഡ് 12 ട്രഡീഷൻ, പേജ് 774. 12 ട്രഡീഷനുകളോട് ഏകദേശമായെങ്കിലും അനുസരണമില്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ക്രമേണ തകരുകയും ഇല്ലാതാകുകയും ചെയ്യാം. പൂരിപ്പിച്ച ഫോമുകൾ അയക്കേണ്ട വിലാസം വേൾഡ് സർവീസ് ഇൻകോർപ്പറേറ്റ് ജനറൽ സർവീസ് ഓഫീസിലേക്ക് തപാൽ, ഫോൺ അല്ലെങ്കിൽ ഇമെയിൽ വഴി അയക്കാവുന്നതാണ്. അഡ്രസ് ഒക്കെ നമ്മൾ പറഞ്ഞ വേൾഡ് സർവീസ് ഇൻകോർപ്പറേറ്റ്, ഗ്രാൻഡ് സെൻട്രൽ സ്റ്റേഷൻ, PO ബോക്സ് 459, ന്യൂയോർക്ക്, NY 10163. അതാണ് ഗ്രൂപ്പിന്റെ ചേഞ്ച് ഫോമിനെ കുറിച്ച് പറയുന്നത്.